ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ അനേക പ്രോമിസസുകൾ ദൈവം നമുക്കായിട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ ധൈര്യത്തിനും ആശ്വാസത്തിനും നമ്മുടെ ഗുണീകരണത്തിനുമായിട്ടാണ് ഈ ദൈവത്തിൻ്റെ പ്രോമിസസ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അതിൽ ഒരെണ്ണം നമുക്കിന്ന് നോക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇത് കർത്താവ് താൻ തന്നെ പറഞ്ഞ, ഈ ലോകത്തിലായിരുന്ന സന്ദർഭങ്ങളിൽ പറഞ്ഞ വാക്കുകളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കർത്താവ് പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. നമ്മൾക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യരെ സ്നേഹിച്ചതുകൊണ്ട് അവൻ ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു. ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ സാധാരണഗതിയിൽ നല്ല ഇടയൻ അല്ലെങ്കിൽ സ്വന്തമല്ലാത്ത ആടുകളല്ല ഈ ഒരിടയന് ഉള്ളതെങ്കിൽ ആടുകൾക്ക് എന്ത് സംഭവിക്കും എന്നോ അവർക്കെന്ത് ആപത്തോ അനർത്ഥമോ എന്തെങ്കിലും വന്നാലും ഉടമസ്ഥനല്ലെങ്കിൽ അവന് യാതൊരു പ്രയാസവും ഉണ്ടാകില്ലെന്ന് നമുക്ക് മനസ്സിലാകുവാനായിട്ട് ഉണ്ട്. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്തൊരു കൂലിക്കാരനാണ് ആടുകളെ നോക്കുന്നതെങ്കിൽ ചെന്നായി വരുമ്പോൾ അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന്, അവൻ്റെ സ്വന്തം പ്രാണനെ വേണ്ടി അവൻ ഓടി രക്ഷപ്പെടും. എന്നാൽ ഒരു ഇടയനാണെങ്കിൽ, ആടുകളുടെ ഇടയനാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ചെന്നായെ കൊന്ന് ആടിനെ രക്ഷിക്കുവാനായിട്ട് ശ്രമിക്കും. അല്ല, കൂലിക്കാരനാണെങ്കിൽ അവൻ ഓടി രക്ഷപ്പെടുകയും ആടുകൾ കൊല്ലപ്പെടുവാനും ചിന്നിച്ച് പോകുവാനും അവർ നഷ്ടമായി പോകുവാനും ഇടയായിട്ട് തീരും. കാരണം ആ കൂലിക്കാരന് ഈ ആടുകളോടൊരു സ്നേഹമോ കരുതലോ ഇല്ല. അവൻ കൂലിക്ക് വേണ്ടി വന്നവനാണ്. അതുകൊണ്ട് അവന് എക്സ്ക്യൂസസ് ഒത്തിരിയുണ്ട്. അതുതന്നെയല്ല, അവൻ്റെ മനസ്സിൽ യാതൊരു പ്രയാസവുമില്ല. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു. അതെ, ഈ നല്ല ഇടയൻ നമ്മളെ രക്ഷിക്കേണ്ടതിന് ആവശ്യമില്ലായിരുന്നു. എന്നാൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതെ, നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിലേക്ക് കർത്താവിൻ്റെ സകല പൊസിഷനും വേണ്ട എന്ന് വെച്ച് ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് വന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുയർത്തെഴുന്നേരുന്ന അവൻ കർത്താവ് സ്വർഗത്തിൽ ജീവിക്കുകയാണ്. ആ കർത്താവ് പറയുകയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു. നാം എത്ര ഭാഗ്യമുള്ളവരാണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ നല്ല ഇടയൻ്റെ സ്നേഹിക്കുന്നവനും കരുതുന്നവനുമായി നല്ല ഇടയൻ്റെ ആടുകളായിട്ട് തീരുവാനായിട്ട് നമുക്ക് കിട്ടിയ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതേ പ്രിയ സഹോദരന്മാരെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിൽ നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഏത് പ്രശ്നത്തിൽ കൂടിയാണെങ്കിലും, കണ്ണുനീരിലോ കഷ്ടതയിലോ പട്ടിണിയിലോ ഏത് അവസ്ഥയിൽ കൂടിയാണെങ്കിലും, നാം ഒരു കാര്യം മറന്നു പോകാൻ പാടില്ലാത്തത്, നമ്മുടെ നല്ല ഇടയൻ ജീവിക്കുന്നു. നല്ല ഇടയൻ നമുക്ക് വേണ്ടി ജീവനെ കൊടുത്തവനുമാണ്. അതുകൊണ്ട് ഭയമില്ലാത്തവരായിട്ട് ആ നല്ല ഇടയിൽ ആശ്രയിച്ചുകൊണ്ട്, ആ നല്ല ഇടയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.